നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഗ്ലിച്ചസ് ആണ്. മൂന്ന് ഗ്ലിച്ചസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒന്ന് നമുക്ക് നമ്മുടെ ദീപാവലി ആയിട്ടില്ല, എന്നാലും നമുക്കൊരു കുറച്ച് റോക്കറ്റ് പോണ പോലെ നമുക്ക് ചെയ്യാം ഗൈസ്. പിന്നെ അതല്ലാതെ നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഈ സണ്ണിനെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അതും നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് JCBക്ക് അറിയാം, നമ്മളറിയാം JCBക്ക് അധികം സ്പീഡൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് JCBക്ക് സ്പീഡിൽ പോകുന്ന ഒരു ഗ്ലിച്ചാണ് JCB. അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹമ്മർ കാർ വേണം. ഹമ്മർ കാറിൻ്റെ നമ്പർ 8880 ആണ് ഗൈസ് ഹമ്മർ കാറിൻ്റെത്. അടുത്തത് നമ്മുടെ JCB വിളിക്കാം. JCB അതിൻ്റെ കറക്റ്റ് ബാക്കിലായിട്ട് വിളിക്കണം ഗൈസ്. അപ്പം JCBക്ക് നമ്മൾ 6677 ആണ് ഗൈസ് അടിക്കേണ്ടത്. 6677 അടിക്കുമ്പോൾ നമ്മുടെ JCB വരും. അയ്യോ ഗൈസ്, ഈ ഒരു പൊസിഷൻ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് തിരിച്ചായിരുന്നു വരേണ്ടത്. ബട്ട് ഇപ്പോൾ ഇത് ഈ പൊസിഷനാണ്. നമുക്ക് ഫസ്റ്റ് അമ്മർ കാറിൽ കയറിയിട്ട് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് ചെയ്യണം. നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഫസ്റ്റ് നമ്മൾ JCB കയറണം. ഇതിൻ്റെ കൺട്രോൾസൊക്കെ, JCBയുടെ കൺട്രോൾസ് ഇച്ചിരി പാടാണ്, നിങ്ങൾക്കറിയാലോ ഈ പൊസിഷനിലൊക്കെ. അപ്പുറത്തോടെ നമ്മൾ കയറേണ്ടത്. എന്നിട്ട് നമ്മളൊരു പൊസിഷനിൽ വയ്ക്കണം. അപ്പം നമുക്ക് JCBക്ക് ടോപ്പ് സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ല സ്പീഡ് കിട്ടും ഗൈസ്. നമുക്ക് ഫസ്റ്റ് JCB കയറിട്ട് നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഈ സംഭവമില്ല, അത് നമുക്ക് ഈ ഹമ്മർ കാറിൻ്റെ ബാക്കിൽ വയ്ക്കണം. ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് കുറച്ച് നീട്ടിയിട്ട് ഇത് കൊടുക്കണം. JCB കുറച്ച് ബാക്ക് എടുക്കണം, കുറച്ചുകൂടെ ഫ്രണ്ട് എടുക്കണം ഗൈസ്. അയ്യോ ഓക്കെ. ഇനി നമ്മൾ ഇത് താക്കണം. ഇത് ഗൈസ് ഇങ്ങനെ താത്ത് വയ്ക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷനാണ്. എന്നിട്ട് നമ്മുടെ ഈ സൈഡിലത്തെ ലിവർ, അത് സാധനം പൊക്കണം. ഗൈസ് എന്നിട്ട് നമ്മുടെ ഈ ഒരു സംഭവമില്ല, അത് നമുക്ക് നല്ല പൊക്കി വയ്ക്കാം ഗൈസ്. നമ്മുടെ JCB മാക്സിമം പൊക്കി വയ്ക്കണം. ഇത് നമുക്ക് നമ്മുടെ JCBക്ക് മാക്സിമം സ്പീഡ് കൊടുക്കുന്ന ആക്സിലേറ്റർ നല്ല സ്പീഡിൽ പിടിക്കണം. നല്ല സ്പീഡിലായിരിക്കണം ആക്സിലേറ്റർ. നമ്മൾ പറ്റുന്നത്ര സ്പീഡിൽ കൊടുക്കണം. പറ്റുന്നത്ര സ്പീഡിൽ നമ്മൾ ഈ സാധനം കൊടുക്കണം ഗൈസ്. അത് കൊടുത്തിട്ട് നമ്മുടെ ഈ സംഭവം തിരിച്ചാക്കണം. എന്നിട്ട് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം ഗൈസ്. എന്നിട്ട് ഈ സംഭവം നമ്മൾ തിരിച്ച് പൊക്കേണ്ടതാണ്. ഗൈസ് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ നോർമൽ JCBയുടെ സ്പീഡല്ല ഗൈസ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. കണ്ടില്ലേ ഗൈസ്, സ്പീഡ് പോയി. അത് ഗൈസ് അത് കറക്റ്റായിട്ട് ചെയ്യണം ഗൈസ്, എന്നാലേ അത് കറക്റ്റ് വരുള്ളൂ. ഞാൻ ഇപ്പം നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയിരുന്നു തോന്നുന്നു. അത് കറക്റ്റ്, അത് നമ്മൾ ഹമ്മർ കാറിൻ്റെ ബാക്കിൽ നമ്മൾ ഈ JCBയുടെ ഈ ബാക്കിലത്തെ ഈ സാധനം നമ്മൾ കൊണ്ടുപോയിക്കണം. അപ്പം എനിക്ക് അത് പൊക്കിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ടയർ ഇങ്ങനെ പൊക്കിയിട്ട് നല്ല ടോപ്പ് സ്പീഡ് എടുത്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഹമ്മർ കാർ ഒന്നുകൂടെ വിളിക്കാന്ന് വെച്ചാൽ ഇതല്ല ഹമ്മർ കാറില്ല. നമുക്ക് ഫസ്റ്റ് മറ്റേ റോക്കറ്റ് ഇല്ലേ ഗൈസ്, അത് കൊണ്ടുവരാം. അതിന് നമ്മുടെ മോർ MPC കൊണ്ടുവരണം. 1 2 3 4 5 അടിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് മോർ MPC വരും. മോർ MPC മീൻസ് അറിയാമല്ലോ, നമ്മൾ ഈ വഴിയിലിരിക്കുന്ന ആൾക്കാരിങ്ങനെ കൂടും ഗൈസ്. എന്നിട്ട് നമ്മൾ ഗൈസ് ഇത് നൈറ്റ് ടൈം ആക്കിയാലേ ഇത് കുറച്ചുകൂടെ കാണാൻ രസം കാണുള്ളൂ. നമ്മുടെ ഈ പൂത്തിരിയൊക്കെ കത്തുന്നതാണ്. അതിന് നമ്മൾ നയാൻ അടിച്ചാൽ മതി ഗൈസ്. എന്നിട്ട് നമ്മൾ സ്റ്റിക്കി ബോംബ് എടുക്കണം ഗൈസ്. എനിക്ക് ഒരാളെ ദേഹത്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പം ഒരാളെ ദേഹത്ത് ഇങ്ങനെ ഇയാളെന്താ ഗൈസ് ഇയാളെ ദേഹത്ത് നമുക്ക് ഫുള്ള് ഇടാം, കുറേ ഇടണം ഗൈസ്. എന്നിട്ടേ അത് വർക്ക് ആവുള്ളൂ. ഇയാളിത് നടക്കുന്ന ഗൈസ്. നമുക്ക് ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഗൈസ് നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇയാൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗൈസ്, നമുക്കാണെങ്കിലേ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇടാൻ പറ്റൂല. അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഇടും, വീടായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇനി നേരെ കുറച്ച് ദൂരെ പോയി നിൽക്കുക ഗൈസ്, എന്നാലും നമുക്ക് ആകാശം കാണാൻ പറ്റുള്ളൂ. മിനി ഈ ആകാശമല്ലേ ഗൈസ് അവിടത്തത്. ഇപ്പോൾ ഗൈസ് അതുകൊണ്ട് അയാളിപ്പോൾ ഉണ്ട്, നമുക്കിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ നോർമൽ ഹാൻഡ് എടുത്തിട്ട് നമ്മൾ ഫോൺ എടുത്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യണം ഗൈസ്. ടൂറിൻ്റെ ഗൈസ് പോയത് കണ്ടില്ലേ, റോക്കറ്റ് പോലെ പോയത് കണ്ടില്ലേ ഗൈസ്. അതാണ് നമ്മൾ പറഞ്ഞ റോക്കറ്റ് കണക്കത്തെ ഇത് പോയത്. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. അത് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ ഈ പെണ്ണിൻ്റെ ഇതിട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്.
ഗൈസ് നമ്മുടെ ബുഗാട്ടി V2 ആണ് നമ്മൾ എടുത്തേക്കണത്. ഇത് ബുഗാട്ടി V2 എടുക്കാൻ നമ്മൾ 800 ആണ് അടിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ ഒന്നും ചീറ്റ് കോഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഗ്ലിച്ചിൻ്റെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചീറ്റ് കോഡ് പറയണമായിരിക്കും. ജസ്റ്റ് വേറൊരു കാര്യം, ഞാൻ എല്ലാ വണ്ടികളെയും ചീറ്റ് കോഡ് ഒരുമിച്ച് പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഗൈസ്. അപ്പം എനിക്ക് പിന്നെ ഇതേപോലത്തെ മോർ ചീറ്റ് കോഡ്സിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ വേറെ ഗെയിമിംഗ് വീഡിയോസും ഇടുന്നുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നു അത് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണാനുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് നോക്കണം ഗൈസ്, ലെഫ്റ്റ് സൈഡിൽ ആ പെണ്ണിനെ ഇപ്പോൾ പറക്കണേ ഗൈസ്. തോപ്പാണ് ഗൈസ് ആ പെണ്ണ് ഗൈസ്, ആകാശത്ത് പോയിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ഗ്ലിച്ച്, റോക്കറ്റ് ഗ്ലിച്ച് ചെയ്യുന്ന ഗൈസ്. അത് പിന്നെ നമുക്കൊന്നുകൂടെ രാവിലെ ആക്കാം ഗൈസ്. അതിന് നമ്മൾ 9 അടിച്ചാൽ നമുക്ക് രാവിലെ ആകും. ഇനി നമുക്കിവിടെ നമ്മളെ പെട്രോൾ പമ്പുണ്ട് ഗൈസ്. ആ പെട്രോൾ പമ്പിലേക്ക് നേരെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ മറ്റേ ആർട്ടിഫിഷ്യൽ സണ്ണിൻ്റെ ഇത് ഗ്ലിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇവിടോട്ട് പോകാം, പെട്രോൾ പമ്പിലേക്ക്. ഗൈസ് പമ്പിലേക്ക് പോകാനുള്ള എളുപ്പം ഒരു വഴിയാണ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അത് നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകണ്ട. അതിന് നമ്മളെ തന്നെ പഴയ വീടുണ്ട് ഗൈസ്. നമ്മുടെ ഈ ഇതിലെ ക്യാരക്ടറിൻ്റെ തന്നെ പഴയ വീടുണ്ട് ഗൈസ്. നമുക്ക് ആ പഴയ വീട്ടിലോട്ട് കറക്റ്റ് പോകാം. അതുവഴി അതിൻ്റെ സൈഡ് വഴി പോയാൽ മതി ഗൈസ്. പമ്പിൻ്റെ നേരെ എത്തിക്കോളൂ. അയ്യോ ഗൈസ്, നമ്മുടെ പഴയ വീട് തന്നെ തൂവാക്കാണ് ഗൈസ്. ഇതാ നമ്മളെ പഴയ വീട്. അയ്യോ മറ്റേ ഇരുതാണ്ട് ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ പഴയ വീട്. നമ്മുടെ സ്വിമ്മിംഗ് പൂളും എല്ലാം ഉള്ള പഴയ വീടാണ് ഗൈസ് ഇത്. ഇവിടെ നമുക്ക് കാറോ ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ പുതിയ വീട്ടിലാണെങ്കിൽ നമുക്ക് കാറൊക്കെ കിടപ്പുണ്ട്. ഈ വീട്ടിലോട്ട് വേറൊരു ദിവസം വന്ന് ഫുള്ള് കാണാം ഗൈസ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് നേരെ പോവാം. അതായത് നമ്മുടെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ടേ. അമ്മേ ഗൈസ്, കുറച്ച് സ്പീഡ് കൂടിപ്പോയോ എന്നൊരു സംശയം. ഞാൻ കൊണ്ട് അവിടെ നേരെ കൊണ്ട് നിർത്തട്ടെ ഗൈസ് വണ്ടി. ഗൈസ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഇനി നമുക്ക് ഒന്നുകൂടെ നൈറ്റ് ടൈം ആക്കണം, എന്നാലേ ഇതും കാണാൻ രസം കാണുള്ളൂ. നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഇവിടുത്തെ ബൾബൊക്കെ കത്തുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമ്മളെ AK-47 എടുക്കണം ഗൈസ്. AK-47 എടുത്തിട്ട് നമ്മുടെ ഗ്യാസ് ടാങ്ക് ഒരെണ്ണം അടിച്ച് പൊട്ടിക്കാം ഗൈസ്. ഗ്യാസ് പൊട്ടിക്കുമ്പോൾ ഇതിൽ പുക വരും. ഫസ്റ്റ് പുക വരും, ബ്ലാക്ക് പുക. അത് കഴിഞ്ഞിട്ട് കത്തും ഇത് ഗൈസ്. പേടിക്കാനൊന്നുമില്ല, ഇത് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല ഗൈസ്. ഇവിടെ ഗ്യാസ് ടാങ്ക് നമ്മുടെ പെട്രോൾ ടാങ്ക് ശരിക്കുള്ള പെട്രോൾ പമ്പിലേക്കാണെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇവിടെ പൊട്ടിത്തെറിക്കത്തില്ല, ഇങ്ങനെ കത്തത്തേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് സ്റ്റിക്കി ബോംബ് ഇടണം ഗൈസ്. ഇതിൽ നമ്മൾ സ്റ്റിക്കി ബോംബ് ഇട്ടാലേ വർക്ക് ആവുള്ളൂ ഗൈസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കി ബോംബ് ഇടണം. ഞാൻ സ്റ്റിക്കി ബോംബ് ഇട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഗൈസ് ഈ ഗ്ലിച്ച് വർക്ക് ആവുള്ളൂ. ഇല്ലാതെ സ്റ്റിക്കി ബോംബ് ഇടാതെ ഈ ഗ്ലിച്ച് ഞാൻ ചെയ്ത് നോക്കി, പക്ഷെ അത് വർക്ക് ആവില്ല ഗൈസ്. ഗൈസ് ഗ്ലിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഇവിടെ ഫുള്ള് സ്റ്റിക്കി ബോംബ് ഇട്ട് നിറയ്ക്കും. എന്നിട്ട് നമ്മളാണെങ്കിൽ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഞാൻ. ഗൈസ് ഇവിടെ ഫുള്ള് ഞാൻ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് നമ്മളെടുത്ത് മെഷീൻ ഗൺ എടുക്കണം ഗൈസ്. നമ്മുടെ മിസൈൽ അതെടുത്തിട്ട് നമ്മുടെ ഗ്യാസ് ടാങ്കിലോട്ട് വെച്ചൊരു വെടി ഗൈസ്. കണ്ടില്ല ഗൈസ്, ഒരു ആർട്ടിഫിഷ്യൽ സൺ വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഇത് കുറച്ച് ഹാങ് ആവും ഗൈസ്. ഇത് ഇങ്ങനെ കാണുമ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് വരണുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം ഗൈസ്. വർക്കാവുന്നില്ല ഇപ്പം ഗൈസ്. അത് തീർന്നു. അതാണ് ഗൈസ് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ സ്റ്റിക്കി ബോംബ് ഇടാതെ ചുമ്മാ ഈ ഗ്യാസ് ടാങ്ക് വെടിവെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം പക്ഷേ അതൊന്നും വർക്കാവത്തില്ല. അതാണ്. അപ്പോൾ ഗൈസ് ഇതേപോലത്തെ പുതിയ ഇതേപോലത്തെ ഗ്ലിച്ചസിൻ്റെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അല്ലാതെ നമ്മുടെ എല്ലാ വണ്ടികളുടെയും സീറ്റ് കോഡ്സ് ഒരുമിച്ച് ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് നമുക്കിനി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.